BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ആയിരങ്ങൾ ഒഴുകിയെത്തിയ ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോയ്ക്ക് പ്രൗഢമായ സമാപനം. 3 ദിവസം നീണ്ട എയർ ഷോയുടെ അവസാന ദിവസം വൻ ജനസഞ്ചയമാണ് സക്കീർ എയർബേസിലെ വേദിയിലെത്തിയത്. ഇന്റർനാഷണൽ എയർ ഷോയുടെ 4ാം പതിപ്പ് വൻ വിജയമാണെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്താരാഷ്ട്ര എയർ ഷോയുടെ അടുത്ത പതിപ്പ് 2026 നവംബർ 18 മുതൽ 20 വരെ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ എയർ ഷോയിൽ 59 രാജ്യങ്ങളിൽ നിന്നുള്ള 226 സിവിലിയൻ സൈനിക പ്രതിനിധികൾ പങ്കെടുത്തു. ആഗോള എയ്റോസ്പേസ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 177 ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള പങ്കാളിത്തവും ഉണ്ടായിരുന്നു. 125ലധികം വിമാനങ്ങൾ പ്രദർശിപ്പിച്ചു. വിമാനങ്ങളുടെ എണ്ണത്തിൽ 2022 എയർ ഷോയേക്കാൾ 25% വർധനയുണ്ടായി. 78 കമ്പനികൾ എക്സിബിഷനിൽ പങ്കെടുത്തു. അതിൽ 80% വിദേശ സ്ഥാപനങ്ങളായിരുന്നു. അടുത്ത എഡിഷനിൽ ഇവന്റ് കൂടുതൽ വിപുലീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആഗോള വ്യോമയാനം, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ, സുസ്ഥിരത എന്നിവ സംബന്ധിച്ചുള്ള സെമിനാറുകളും പരിപാടികളുടെ ഭാഗമായി നടന്നു. ലോകമെമ്പാടുമുള്ള വ്യോമയാന രംഗത്തെ വിദഗ്ധർ പരിപാടികളിൽ പങ്കെടുക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു. പുതിയ സാങ്കേതിക വിദ്യകളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. വ്യോമയാന മേഖലയിലേതടക്കം നൂതന പ്രവണതകളെ താൽപര്യത്തോടെ രാജ്യം പിന്തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബഹ്റൈൻ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസിയും UAEയുടെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററുമായി സഹകരണ കരാറിൽ ഒപ്പുവെക്കുന്നതിനും എയർ ഷോ വേദിയായി. ആഭ്യന്തര മന്ത്രാലയം എയർബസ് ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള കരാറിലും ഒപ്പിട്ടു. അടുത്ത വർഷത്തോടെ അമേരിക്കയിലേക്ക് ഗൾഫ് എയറിന്റെ നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങുമെന്നും അറിയിച്ചു. ഇതിനാവശ്യമായ FAA കാറ്റഗറി 1 സർട്ടിഫിക്കേഷനും ബഹ്റൈന് ലഭിച്ചു. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള ആഗോള ശ്രമങ്ങളുടെ ഒപ്പമാണ് ബഹ്റൈൻ എന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പറഞ്ഞു. എയർഫീൽഡ് ഉപകരണങ്ങൾക്കായി ഡീസലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങൾ സജീവ ചർച്ചയാക്കാനും എയർ ഷോയ്ക്ക് സാധിച്ചു. വ്യോമയാന മേഖലയിൽ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിന് ഇത് സഹായകമാകും. വെളിച്ചെണ്ണ ഉൽപ്പാദക രാഷ്ട്രങ്ങൾക്കും ശുഭപ്രതീക്ഷ നൽകുന്ന തീരുമാനമാണ് എയർ ഷോയിൽ ഉണ്ടായിരിക്കുന്നത്. 2060ഓടെ നെറ്റ് സീറോ എമിഷൻ നേടാനുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമാണിതെന്നും മന്ത്രി ഊന്നി പറഞ്ഞു. വ്യവസായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നത് സംബന്ധിച്ചുള്ള 4 പ്രത്യേക ഫോറങ്ങൾ എയർ ഷോയുടെ ഭാഗമായും നടന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കപ്പെട്ടു. ഒമാൻ സന്ദർശിച്ച ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി. അൽബർക്ക പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സുൽത്താനും ഒമാനി ജനതയ്ക്കുമുള്ള ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ആശംസകൾ വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഹമദ് രാജാവിനും ബഹ്റൈനിലെ ജനങ്ങൾക്കും സുൽത്താൻ ആശംസകൾ നേർന്നു. പ്രാദേശിക സംഭവ വികാസങ്ങൾ, ഗൾഫ് അന്തർദേശീയ വിഷയങ്ങൾ, സുൽത്താനേറ്റും ബഹ്റൈനും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളിത്തം ശക്തിപ്പെടുന്നതിനുമുള്ള വഴികൾ എന്നിവയുൾപ്പെടെ പരസ്പരമുള്ള താൽപര്യ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി, ബഹ്റൈൻ ക്യാബിനറ്റ് കാര്യമന്ത്രി ഫൈസൽ അൽ മാൽക്കി, ബഹ്റൈൻ അംബാസഡർ ഡോക്ടർ ജുമ ബിൻ അഹമ്മദ് അൽ കാബി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മലയാളം മിഷൻ ആഗോളതലത്തിൽ പഠിതാക്കൾക്കായി നടത്തിയ എൻ്റെ കേരളം മത്സരത്തിൽ ബഹ്റൈൻ ചാപ്റ്ററിൽ നിന്നും പങ്കെടുത്ത വേദ പാതിരിശ്ശേരി തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മലയാളം മിഷൻ മത്സരം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ ഔട്ട്ലൈൻ ഭൂപടത്തിൽ 3 മിനിറ്റ് കൊണ്ട് 14 ജില്ലകളുടെയും അതിർത്തികൾ വരച്ച് ജില്ലകളുടെ പേര് മലയാളത്തിൽ എഴുതിക്കുകയായിരുന്നു പങ്കാളിത്തം. ആഗോളതലത്തിൽ 6 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്കായി നടത്തിയ മത്സരത്തിന് എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ഉണ്ടായതെന്നും മത്സരത്തിൽ പങ്കെടുത്ത 100 കണക്കിന് കുട്ടികൾ നിന്ന് ഏറ്റവും മികച്ച സൃഷ്ടികൾ നടത്തിയ 10 പേരെയാണ് വിജയികളായി തിരഞ്ഞെടുത്തത് എന്നും ഫലപ്രഖ്യാപനം നടത്തിക്കൊണ്ട് മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിലെ മലയാളം മിഷൻ പാഠശാലയിലെ കണിക്കൊന്ന കോഴ്സ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് വേദ. മലപ്പുറം വണ്ടൂർ സ്വദേശിയും അക്കൗണ്ടന്റുമായ VP നാരായണന്റെയും എറണാകുളം അങ്കമാലി സ്വദേശിനിയും ഇന്ത്യൻ സ്കൂൾ അധ്യാപികയുമായ സ്മൃതി വിപിന്റെയും മകളാണ്. മോഷണവുമായി ബന്ധപ്പെട്ട യുവാവ് പിടിയിലായി. 30,000 ദിനാർ വിലയുള്ള സാധനങ്ങളും സാമഗ്രികളുമായാണ് മോഷ്ടിക്കപ്പെട്ടത്. 28 വയസ്സുള്ള ഏഷ്യക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചതായും തുടർന്ന് പ്രതിയെ പിടികൂടിയതായും സദേൺ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി.
പോലീസിനെയും നാട്ടുകാരെയും ഞെട്ടിച്ച രാത്രിയായിരുന്നു ഇന്നലെ. സിനിമാ സ്റ്റൈലിലാണ് സാഹസികമായി പിടികൂടിയ കുറുവ മോഷണ സംഘത്തെ സ്ത്രീകൾ ഉൾപ്പെടെ ജനക്കൂട്ടം പോലീസിനെ ആക്രമിച്ച് മോചിപ്പിച്ചതും തുടർന്നുള്ള അന്വേഷണവും. 50-ലേറെ പോലീസുകാർ കാട്ടിലും പുഴയിലും മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയാണ് ഇയാളെ പിടികൂടിയത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഉൾപ്പെടെ ദിവസങ്ങളിലായി ഭീതി പടർത്തിയ കവർച്ചാ സംഘത്തെ 2 പേരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു സംഭവം. കുണ്ടന്നൂർ തേവര പാലത്തിന് താഴെ തമ്പടിച്ച അന്തർ സംസ്ഥാനക്കാർക്കിടയിൽ കുറുവ സംഘമുണ്ടെന്ന് കണ്ടെത്തിയ മണ്ണഞ്ചേരി പോലീസ് ശനിയാഴ്ച വൈകിട്ടോടെ അവിടെ നിന്ന് സന്തോഷ് ശെൽവത്തെയും മണികണ്ഠൻ എന്നയാളെയും പിടികൂടി. ഇവരെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാൻ ജീപ്പിൽ കയറ്റുന്നതിനിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സംഘം പോലീസിനെ ആക്രമിച്ച് ജീപ്പിന്റെ ഡോർ തുറന്നു കൊടുക്കുകയായിരുന്നു. തുടർന്ന് സന്തോഷ് കൈവിലങ്ങോടെ ചാടി. മണികണ്ഠൻ കടന്നുകളയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടയുകയായിരുന്നു. സന്തോഷിനെ സഹായിച്ച ഭാര്യ ജ്യോതി, അമ്മ പൊന്നമ്മ എന്നിവരുടെ മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സന്തോഷ് പുഴയിൽ ചാടിയെന്നും കാട്ടിൽ ഒളിച്ചെന്നുമുള്ള സംശയത്തെ തുടർന്ന് കരയിലും വെള്ളത്തിലും പോലീസ് തിരച്ചിൽ നടത്തി. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരാണ് തിരച്ചിൽ നടത്തിയത്. പുഴയിൽ ബോട്ടിറക്കിയുള്ള പരിശോധനയ്ക്ക് അഗ്നിരക്ഷാസേന നേതൃത്വം നൽകി. സമീപത്തെ കുറ്റിക്കാടുകളിലും പോലീസ് സംഘം സാഹസിക തിരച്ചിൽ നടത്തി. ഒടുവിൽ രാത്രി 10 മണിയോടെ ചാടിയിടത്ത് നിന്ന് ഏറെ അകലെയല്ലാത്ത കാട് നിറഞ്ഞ ഭാഗത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കുഴികുത്തി ഷീറ്റിട്ട് മറച്ച നിലയിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു പ്രതി. നേരത്തെ ആലപ്പുഴ മണ്ണഞ്ചേരി ഭാഗത്ത് നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവ സംഘമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കുറുവ സംഘം തമ്പടിച്ചിരുന്നുവെന്നും ഇതിലൊരാൾ കസ്റ്റഡിയിൽ നിന്ന് കടന്നെന്നുമുള്ള വാർത്ത പരന്നതോടെ നാട്ടുകാർ ഭീതിയിലായിരുന്നു. പമ്പയിൽ നിന്ന് KSRTC ബസ് കത്തി നശിച്ചു. യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് പോയ ബസ്സാണ് കത്തിയത്. ഇന്നലെ പുലർച്ചെ അട്ടത്തോടിന് സമീപമാണ് സംഭവം. നിലയ്ക്കൽ നിന്ന് ഭക്തരെ പമ്പയിലേക്ക് എത്തിക്കാൻ പുറപ്പെട്ട ബസ്സാണ് കത്തി നശിച്ചത്. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 3 യൂണിറ്റ് അഗ്നിശമന സേനയെത്തിയാണ് തീ അണച്ചത്. ഡ്രൈവറും കണ്ടക്ടറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുനമ്പം വിഷയത്തിൽ വർഗീയ ധ്രുവീകരണമാണ് ചിലർ ലക്ഷ്യം വെക്കുന്നതെന്ന് സ്പീക്കർ AN ഷംസീർ. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്താൻ നിരന്തര ശ്രമം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. SYS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാനവ സഞ്ചാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷയാണ്. അത് ഉൾക്കൊണ്ട് ജീവിച്ചാൽ സമൂഹം സമാധാനത്തിൽ പുലരും. ലഹരി പോലെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം ഉപരിപ്ലവമാകരുതെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. സമസ്ത ഉപാധ്യക്ഷൻ KS ആട്ടക്കോയ തങ്ങൾ കുമ്പോൾ അധ്യക്ഷത വഹിച്ചു. കർണാടക ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി B. സയ്യിദ് സമീർ അഹമ്മദ് ഖാൻ മുഖ്യ അതിഥിയായിരുന്നു. യാത്രാ നായകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി സന്ദേശ പ്രഭാഷണം നടത്തി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.